ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ആലപ്പുഴ കായംകുളം MSM കോളേജിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാവുകയാണ്. കോളേജ് ഹോസ്റ്റലിനകത്ത് പ്രവേശിച്ച അപരിചിതരെ കണ്ട് ഭയന്നു വിറയ്ക്കുകയാണ് വിദ്യാർത്ഥികൾ. പോലീസിനും മാനേജ്മെന്റിനും പലതവണ പരാതി നൽകിയിട്ടും ഇപ്പോഴും ഒരു നടപടിയുമായിട്ടില്ല. തുടർച്ചയായ 4ാം ദിവസവും അപരിചിതൻ കോളേജിൽ എത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിലും ഇക്കാര്യം വ്യക്തമാവുന്നുണ്ട്. പല ദിവസങ്ങളിലും ഉറങ്ങാൻ പോലും ആവാത്ത ഭയപ്പാടിലാണ് പെൺകുട്ടികൾ. ഇക്കാര്യത്തിൽ കോളേജ് മാനേജ്മെന്റിനോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. ഉറക്കക്ഷീണവും ഭയവും മൂലം വിദ്യാർത്ഥികൾക്ക് പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ കയ്യിലെ ആയുധങ്ങളും സംഭവങ്ങളൊക്കെ കരുതി വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കണത്. അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ ഇന്നലെ ഇങ്ങനെ ഓരോ സൗണ്ടുകൾ ഒരു 2 to 3, 4 മണി വരെ ഞങ്ങളിത് ഓരോന്ന് കേട്ടോണ്ടിരിക്കുക. ഒരു സൗണ്ട് വെക്കുമ്പോഴത്തേന് എല്ലാവരും ഒരേപോലെ എന്താ കേട്ട് അതായത് എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. ഒരാൾ കാണുമ്പോൾ അടുത്ത ആളും കാണുന്നത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾ ശുചിമുറിയുടെ ഉള്ളിൽ അപരിചിതനെ കാണുന്നത്. ഭയന്ന് വിറച്ചുപോയ പെൺകുട്ടി പിന്നീട് മുറിയിലേക്ക് എത്തിയപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സഹപാഠിയെ നോക്കി നിൽക്കുന്ന ഇയാളെ വീണ്ടും കണ്ടു. തിരിഞ്ഞു നോക്കിയ അയാൾ പിന്നിൽ നിൽക്കുന്ന തന്നെ കുറെ സമയം രൂക്ഷമായി നോക്കി നിന്നതായി അവൾ പറയുന്നു. ഒന്നും നിലവിളിക്കാൻ പോലും ആകാത്ത വിധം ഭയന്ന അവസ്ഥയായിരുന്നു. പിന്നീട് ധൈര്യം സംഭരിച്ച് അലറി വിളിക്കുകയാണുണ്ടായത്. ഞങ്ങൾ ടോയ്ലറ്റിലോട്ട് പോയ ടൈമിൽ ടോയ്ലറ്റിൽ ഇരുന്ന് അങ്ങോട്ട് കയറിയില്ല. അങ്ങോട്ട് കയറി ഇവള് ജസ്റ്റ് ഇങ്ങനെ തല ഇരിച്ചപ്പോൾ ഒരാള് എത്തി നോക്കുമ്പോൾ അവരെ കണ്ണ് വരെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇവള് പേടിച്ച് ഇവള് മിണ്ടാതെങ്ങി ഇരുന്ന്, കാരണം ഇവള് ഒച്ച ഉണ്ടാക്കിയുള്ള വല്ലതും ചെയ്തു പോയാലോ എന്നുള്ള പേടി. അങ്ങനെ കുറച്ചു നേരം മിണ്ടാതിരുന്ന് കുറച്ച് പതുക്കെ ഇറങ്ങി പുറത്ത് വന്ന് ഇവള് പെട്ടെന്ന് അങ്ങനെ നേരെ ഉറങ്ങി ഓടിക്കാണെന്ന് വിചാരിച്ച് ഇവള് പുറത്ത് വന്ന് കൂടെ ഉള്ള റൂമിലുള്ളവളെയും വിളിച്ച് താഴെ ആന്റിമാരടുത്ത് വന്ന് പറയാന്ന് വിചാരിച്ച് അങ്ങനെ റൂമിൽ വരുമ്പോൾ ഇവ റൂമിൽ നിൽക്കുക, മറ്റവളുടെ കാലിന്റെ ചുവട്ടിൽ വന്ന് നിൽക്കുക. എന്നിട്ട് ഇവളെ കാണുമ്പോൾ ഇവ നേരെ വന്ന് ഇവളുടെ അടുത്ത് മുഖാമുഖം ഇങ്ങനെ നിൽക്കുക. വിദ്യാർത്ഥിനികൾ പറയുന്നത് ശരിയെന്ന് ഹോസ്റ്റലിലെ CCTV ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. സംഭവം നടക്കുമ്പോൾ 80-ലധികം വിദ്യാർത്ഥിനികളുള്ള MSM കോളേജ് ഹോസ്റ്റലിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുന്ന തങ്കമണി എന്ന സ്ത്രീ മാത്രം. ഗുരുതര വിഷയം മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൌരവത്തിൽ കണ്ടില്ലെന്ന വിദ്യാർത്ഥിനികൾ. തുടർന്നുള്ള ദിവസങ്ങളിലും സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. കാൽപ്പാടുകൾ സഹിതമുള്ള ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ ന്യൂസ് 18 നൽകി. ഒരു നേരല്ല ഒരാള് പോകുന്ന കണ്ട്. അത് ഒരു റൂമുകാരല്ല കണ്ടത്, എല്ലാ റൂമുകളും കണ്ടു. അതായത് പാസ് ചെയ്തവൻ പോകുന്ന കണ്ട്. അന്നത്തെ പിറ്റേ ദിവസം അതുപോലെ ലൈറ്റ് മിന്നണയൊക്കെ അന്ന് കണ്ട്. പക്ഷെ നമുക്ക് ആ രാത്രി കാണുമ്പോൾ നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നീച്ചിട്ട് ഈ സ്ഥലമൊക്കെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ബൾബ് ഊരി വെച്ചിക്കണ്, നടന്ന കാൽപ്പാടുകൾ കാണണ്. എന്താ പറയാ, ബാത്റൂമിന്റെ അവിടെയൊക്കെ പുതിയ കാൽപ്പാട് എത്തി ഒഴിഞ്ഞ സംഭവങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. തുടർച്ചയായ 4ാം ദിവസം ശല്യം തുടർന്നതോടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായി വിദ്യാർത്ഥിനികൾ. രാത്രി മുഴുവൻ വടിയും മറ്റുമായി ഉറങ്ങാതെ കാത്തിരുന്നു. കോളേജിലെത്തി പ്രിൻസിപ്പൽ മുഹമ്മദ് താഹയെ വിവരമറിയിക്കുന്നതിനിടയിൽ തന്നെ 2 കുട്ടികൾ ബോധക്ഷയത്താൽ വീണു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥിനികൾ ഇങ്ങനെ പറയുന്നു. ആളെ കണ്ടുപിടിക്കാന്ന് പറയുന്നുണ്ട്, കണ്ടുപിടിക്കണം എന്നൊരു കറക്റ്റായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റിപ്ലൈ എനിക്ക് തന്നിട്ടില്ല. ഹോസ്റ്റൽ ആരുടെയാണെന്ന് പോലും അറിയത്തില്ല. അവർക്കൊരു ഉത്തരവാദിത്തം ഇല്ലെന്നാ പറയുന്നത്. ഞങ്ങളിത് ആരോടെ കംപ്ലൈന്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങനെ ഹോസ്റ്റലിൽ വെച്ചിട്ട് 3-4 ദിവസം ഞങ്ങൾ ഒരുപാട് പറഞ്ഞു നോക്കിയിട്ട് കേൾക്കാഞ്ഞിട്ടാണ് ഞങ്ങൾ കോളേജിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടക്ക് അവർ ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്താവുമെന്ന് അറിയില്ല. ഇനി ഒരു ദിവസം പോലും അവിടെ നിൽക്കാൻ, രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും, അത് ബാത്റൂമിൽ പോകാനാണെങ്കിലും തൊട്ടങ്ങോട്ട് മാറാൻ പോലും ആണെങ്കിലും എല്ലാവർക്കും പേടി, ഒരു സൗണ്ട് കേൾക്കാൻ നേരത്തേക്ക്. എന്ത് വിശ്വസിച്ചാണ് അവിടെ നിൽക്കേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് കോളേജ് മാനേജ്മെന്റ് വിഷയത്തെ ഗൌരവത്തോടെ കണ്ടു തുടങ്ങിയത്. കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കോളേജിലെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. അതിനിടെ ഇന്നലെ പുലർച്ചെയും അജ്ഞാതൻ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലെത്തി. ആശങ്കയിലായ വിദ്യാർത്ഥികൾ കോളേജ് മാനേജറുടെ വീട്ടിൽ പോയി പ്രതിഷേധിച്ചു. തുടർച്ചയായ 5ാം ദിവസമാണ് ഇയാൾ എത്തിയത്. പക്ഷേ പോലീസിന് ഇതുവരെ ആളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ദിവസങ്ങളായി ഒന്നുറങ്ങാൻ പോലുമാവാതെ മാനസികമായും ശാരീരികമായും ആകെ തളർന്ന അവസ്ഥയിലാണ് MSM കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥി. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ വരുന്നത് ഞങ്ങൾ എല്ലാവരും കാണുന്നത്, എന്നിട്ടും അത് ഞങ്ങളെ തോന്നലാണെന്ന് പറഞ്ഞ് ഇവർ തള്ളിക്കളയുന്നത്. വെള്ളിയാഴ്ച മുതൽ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ഇന്ന് ഈ ഞാൻ ഉൾപ്പെടെ ഇവൾ ഉൾപ്പെടെ ഇന്നും ഞങ്ങൾ കണ്ടു ഒരാളെ ടെറസിന്റെ മുകളിൽ കൂടെ ഓടുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾ മാനേജ്മെന്റിന്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഇത്രയും സെക്യൂരിറ്റി ഇല്ലാത്തൊരു ഹോസ്റ്റലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ ഓരോ ദിവസവും പേടിച്ചാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു കുട്ടി ടോയ്ലറ്റിൽ വരെ അവൻ എത്തിക്കഴിഞ്ഞ്, ടോയ്ലറ്റിലെത്തി അവളുടെ റൂമിൽ കയറി, അവൾ കണ്ട് പേടിച്ച്. ഇവിടെ ഓരോ കുട്ടികളും ഓരോ രാത്രിയും വെളുപ്പിക്കുന്നത് എങ്ങനെയാന്ന് ഞങ്ങൾക്കേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ആരും കേൾക്കാൻ കൂടിയില്ല. കുറെ പേരുമായിട്ട് ഞങ്ങൾ എന്താ പറയുക, സെക്യൂരിറ്റിക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ അത് കുറെ ആൾക്കാർ ഞങ്ങളെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത് വരെ പറഞ്ഞു പരത്തുന്ന ഒരു മാനേജ്മെന്റ് നമുക്കുള്ളത്. ഞങ്ങൾ സഹിക്കാവുന്നതിനപ്പുറം ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കേസ് കൊടുക്കാൻ ഇനി ഒരു സ്ഥലവും ഇല്ല. ഞങ്ങൾ അത്രയും അനുഭവിച്ചു കഴിഞ്ഞു. ഇത് ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല. 4-5 ദിവസമായിട്ട് ഞങ്ങൾ ഉറക്കവും ഭക്ഷണവും കൂടി ഇല്ലാണ്ട് ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ കിടന്ന് നരകിക്കുകയാണ്. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ കേൾക്കാനാവില്ല. സെക്യൂരിറ്റി ഒക്കെ തരുന്നുണ്ട്, സെക്യൂരിറ്റി വരുന്നുണ്ട്, ടീച്ചേഴ്സ് വരുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ടീച്ചേഴ്സ് കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഞങ്ങൾ ഉറങ്ങാതിരിക്കണം. ഞങ്ങൾക്ക് ഉറങ്ങാൻ പേടിയാ. ഉറങ്ങാതിരിക്കണം ഞങ്ങൾ ആരോട് പറഞ്ഞു വെച്ചാൽ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് പേടിയാ. ഞങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ ഞങ്ങൾ ഇതാ കാണുന്നത്. ഇവൾ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ സെക്യൂരിറ്റി, ഇന്ന് നിന്നൊരു വുമൺ സെക്യൂരിറ്റിയാ, അവരടക്കം ഞങ്ങൾ ഇന്ന് ടെറസിന്റെ മുകളിൽ അയാളെ കണ്ടു. എന്നിട്ട് ഞങ്ങളിതാ ഇപ്പൊ മാനേജറുടെ വീട്ടിന്റെ മുന്നിലുള്ളത്. എന്നിട്ട് അവർ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ എന്ത് ചെയ്യാനാണ്. ഞങ്ങൾക്ക് എവിടെ എന്ത് സെക്യൂരിറ്റിയാണ് ഞങ്ങൾക്കുള്ളത്? എന്റെ വീട് വയനാടാ. ഇവളൊക്കെ ദൂരെയുള്ള കുട്ടികൾ എവിടെയൊക്കെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള കുട്ടികൾ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ആരും വിശ്വസിച്ച് ഇവിടെ താമസിക്കണ്ടേ? ഞങ്ങൾ 70 കുട്ടികളുണ്ട് ഇവിടെ. ഇവരെല്ലാവരും അവസ്ഥ ഇതാണ്. ഒരു രാത്രി പോലും ഇനി ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് ഞങ്ങൾക്ക് തോന്നാത്ത പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങണം. ഇന്നെങ്കിലും ഉറങ്ങാന്ന് വിചാരിച്ചതാ. ഇന്നും ഞങ്ങൾ കണ്ടവനെ റൂമിന്റെ. ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെ ഇനി ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണ്ടേ. ഞങ്ങൾ ഇനി പറയാനൊരു സ്ഥലം ഇല്ല. ഇനി സെം എക്സാം നടക്കുക, ആർക്കും മനസ്സമായിട്ട് പഠിക്കാനൊന്നും ഉറങ്ങാൻ കൂടി ആർക്കും പറ്റുന്നില്ല. ഇവിടെ ഞങ്ങൾ വന്ന് ഇവരുടെ അടുത്ത് കെഞ്ചുക ചെയ്യുന്നത്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ തരാം, അവർ ചർച്ച ചെയ്യാം, അവർ തീരുമാനം എടുക്കാമെന്ന് പറയുന്നതല്ലാതെ നടപടി ഒന്നും അവിടെ എടുക്കുന്നില്ല. ഇന്ന് ലേഡി സെക്യൂരിറ്റി അവിടെ നിയമിച്ചു. പക്ഷേ ലേഡിയല്ല, എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അവർ വരെ കണ്ട് പേടിക്കുക. ഞങ്ങൾ ജനലിന്റെ സൈഡിൽ ഒരു കുട്ടിയുടെ ജനലിന്റെ സൈഡിൽ സൗണ്ട് കേട്ടത് സെക്യൂരിറ്റിയോട് പറയാൻ പോയതാ ഞങ്ങൾ. ഞങ്ങൾ ആ ടെറസിന്റെ മണ്ടയിൽ അവൻ നിൽക്കുന്നത് കണ്ടത്. നല്ല ഉശിരുള്ള ഒരുത്തൻ തന്നെ അവിടെ നിൽക്കുന്നത്. ഇത്രയും പ്രശ്നം നടന്ന് പോലീസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാ എന്നൊക്കെ അറിയുന്നിട്ടും ഈ ചുരുക്ക സമയം കൊണ്ട് അവൻ ഇവിടെ കയറാന്നുണ്ടെങ്കിൽ അവൻ എന്തുമാത്രം ധൈര്യമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ മാനേജ്മെന്റ് ഭാഗത്ത് ഒരു നടപടി ഉണ്ടാകത്തില്ലെന്ന് അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവൻ കയറുന്നത്. എന്നിട്ട് പോലും ഇവിടെ വന്ന് ഓരോന്ന് പറയുമ്പോൾ ഇവര് ചോദിക്കുന്നത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്. പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യണം? ഞങ്ങൾ ഇത് കണ്ട് പേടിച്ച് നിൽക്കണോ? ഞങ്ങളുടെ ഉറക്കം പോയിട്ട് 5 ദിവസത്തിൽ കൂടുതലായി. ഞങ്ങൾ ആരും ഉറങ്ങുന്നില്ല. മര്യാദയ്ക്ക് ആഹാരം കഴിക്കാൻ കൂടി ഞങ്ങൾക്ക് പറ്റുന്നില്ല. ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല, ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. പകല് പോലും റൂമിന് വെളിയിൽ ഇറങ്ങാൻ പേടിയാ. ഓരോ കുട്ടികൾക്ക് ഈ ഇതിന്റെ പേടി കാരണം ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവര് കിടന്ന് പേടിക്കുക. ഓരോ പിള്ളേർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് ഓരോ ദിവസം ഉറക്കം ഗുളിക കൊടുത്താ ഉറങ്ങുന്നത്. ഇതൊക്കെ ആരോട് പറയാനാ? ഞങ്ങള് ഇവരെടുത്ത് വന്ന് പറയും ഇവർക്കൊക്കെ നേരം പോക്കാം. ഞങ്ങൾ വെറുതെ പറയുന്നതാന്ന് എല്ലാവരുടെയും ഭാവം. പാർട്ടിക്കാർ പറഞ്ഞുണ്ടാക്കുന്ന പ്രശ്നമാണ് മാനേജ്മെന്റിനെതിരെ അങ്ങനെ ഇവിടെ പറയുന്നത്. അല്ലാതെ ഈ അനുഭവം മാനേജ്മെന്റിന് പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പാർട്ടിക്കാരെ ഇറങ്ങുക. ഓരോരുത്തർക്ക് പറയുമ്പോഴത്തേക്കാളും ഞങ്ങൾ പുച്ഛിച്ച് ചിരിക്കുക ചെയ്യുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം ഓഫീസിൽ പോയി ഉച്ചവരെ അവിടെ കുത്തിയിരുന്ന് അന്നേരം പറഞ്ഞ് നടപടി ഉണ്ടാക്കാം, തീരുമാനം ഉണ്ടാക്കാന്ന്. അന്ന് വൈകുന്നേരം CCTV വെക്കാന്ന് പറഞ്ഞതാ. ഇന്നും അതിന്റെ വയറ് വരെ വ്യാഴാഴ്ച ദിവസം പറഞ്ഞതാ CCTV വെക്കാന്ന്. ഇന്ന് ശനിയാഴ്ചയാ. അവിടെ വയറിന്റെ പണി പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള മക്കളൊക്കെ വീട്ടിലിരുന്ന് സമാധാനത്തിൽ ഉറങ്ങുന്നവർക്ക് എന്തു ആവാലോ. ഞങ്ങളൊക്കെ കല്യാണത്തിന് വന്ന് വല്ലവന്റെ മക്കള് ഞങ്ങൾക്ക് എന്ത് പറ്റിയാൽ ഇവർക്ക് എന്താ? അവർക്കൊന്നുമില്ല. അനുഭവിക്കുന്നവർ അനുഭവിക്കാം, അത്ര തന്നെ. ഞങ്ങളുടെ വിഷമം പറയുമ്പോൾ ഞങ്ങളെ നോക്കി പുച്ഛിച്ച് ചിരിക്കുക ഇവരൊക്കെ ചെയ്യുന്നത്. ഇവരുടെ മക്കൾക്ക് വന്ന ഇവരിതുപോലെ കേട്ടോണ്ട് നിൽക്കുവോ? ഞങ്ങളായതുകൊണ്ടല്ലേ.
ഞങ്ങളുടെ പേരൻസ് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നില്ല, അവർക്ക് പേടിയാ. എന്നിട്ട് കൂടി ഞങ്ങൾ പറയുന്നില്ല അവരെടുത്ത് ഇവിടെ ഇങ്ങനെയൊക്കെ വിഷയം. അവർ വല്ലയിടത്തും കിടക്കുന്ന അവരെയും കൂടി ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ഇന്ന് തീരുമാനമാവും നാളെ തീരുമാനമാവും എന്നുള്ളതിൽ ഇരിക്കുക. ഇവിടെ കയറി പിന്നെ പിടിക്കണമെന്ന് പോലീസുകാർക്കോ മാനേജ്മെന്റിന് കൂടി ഇവിടെ കയറി അവനെ തടയിടണമെന്നുള്ള ചിന്തയൊന്നുമില്ല. അവര് ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരാന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ണിൽ മണ്ണുവാരി ഇടും. അവർ ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ തരാന്ന് പറഞ്ഞിട്ട് വ്യാഴാഴ്ച പറഞ്ഞത് ഇന്ന് ശനിയാഴ്ചയായി. പോലീസുകാർ വന്നു പോകുന്നു, അവർ ഒപ്പിടാൻ വേണ്ടി വരുന്നു, അവർ ഒപ്പിട്ടിട്ട് അവരുടെ കാര്യം കഴിഞ്ഞ് അവർ പോകുന്നു. അല്ലാണ്ട് അവർക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല. അവർക്ക് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. ഇന്ന് ദിവസം ഇവിടെ വന്നിട്ടുണ്ട്, അയാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ചർച്ച ചെയ്ത് തീരുമാനം വയ്ക്കാതാ. ഇത്രയും ദിവസം കൊണ്ട് ഉണ്ടാവാത്ത തീരുമാനം ഇന്നൊരു ദിവസം ഈ രാത്രി കൊണ്ട് എന്തുണ്ടാവാനാ? ഞങ്ങൾക്ക് ആരെയും വിശ്വാസമില്ല. ഇതൊക്കെ വെറുതെ ഞങ്ങളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിക്കുക. അല്ലാണ്ട് ഇവർക്ക് ഈ പ്രശ്നം ഒതുക്കി തീർക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിനെതിരെ കറക്റ്റായിട്ട് നടപടി എടുക്കണമെന്നോ ഒരു തീരുമാനമില്ല. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാത്തടോ ഇല്ല, ഞങ്ങൾ കയറി ഇറങ്ങാത്തടോ ഇല്ല. ഞങ്ങൾ അനുഭവിക്കുക, ഞങ്ങളുടെ വിധിയാണെന്ന് കരുതി ഞങ്ങൾ സമാധാനിക്കുക. അങ്ങനെയുള്ള മട്ട ഇവർക്കൊക്കെ. MSM കോളേജിലെ വിദ്യാർത്ഥികളുടെ വാക്കുകളാണ് കേട്ടത്. അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. കോളേജ് മാനേജ്മെന്റ് മുന്നിൽ അവർ വലിയ പ്രതിഷേധം നടത്തി, പക്ഷേ നടപടി ഉണ്ടാകുന്നില്ല. പോലീസിനും ഇത് സംബന്ധിച്ച് വ്യക്തതയില്ല എന്നതാണ് സാഹചര്യം. കുട്ടികൾ ഇതിനിടെ പ്രതിഷേധവുമായി കോളേജിലേക്കും എത്തുന്നു എന്ന സാഹചര്യം കൂടി ഉണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഗുരുതരമായ ആക്ഷേപമാണ് പെൺകുട്ടികൾ ഉന്നയിക്കുന്നത്. കോളേജ് ഹോസ്റ്റലിലേക്ക് ഇത്ര സുരക്ഷയില്ലാതെ എങ്ങനെ കോളേജ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിനുമപ്പുറം ഇത്ര ദിവസമായിട്ട് എന്തുകൊണ്ട് പോലീസിന്റെ ആക്ഷൻ ഉണ്ടായില്ല എന്ന കാര്യം. നമുക്ക് പോലീസിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ശരണ്യ? സജിത്ത്, കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ കായംകുളം MSM കോളേജ്, നമ്മൾ ഈ കാണുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് ഉള്ളിലാണ് ഈ 80ഓളം പെൺകുട്ടികൾ, MSM കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനികളും PG വിദ്യാർത്ഥിനികളും അടക്കമുള്ള പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടമാണ്. തൊട്ടപ്പുറത്ത് മാനേജറെ വീടാണ് ഉള്ളത്. BEd കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങൾ തൊട്ടടുത്തുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് ഈ കുട്ടികളെ ഭയത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു അജ്ഞാതൻ ഈ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചൊവ്വാഴ്ച പുലർച്ചെ ടോയ്ലറ്റിലേക്ക് പോയ ഒരു കുട്ടി കാണുന്നത് ടോയ്ലറ്റിന്റെ ഒരു ശുചിമുറിയുടെ മുകളിൽ ഒരാൾ നിൽക്കുന്നതായാണ് കാണുന്നത്. കുട്ടി ഭയന്ന് വിറച്ച് പുറത്തേക്ക് വരുന്നു. അതിനുശേഷം പിന്നീട് ആ കുട്ടി മുറിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ അവർ നമ്മളോട് വിവരിച്ചത് ഈ അജ്ഞാതൻ ആ മുറിയുടെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഭയന്ന് വിറച്ചുപോയ കുട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ ഈ കുട്ടിയെ കാണുന്നു, വിദ്യാർത്ഥിനിയെ കാണുന്നു. വിദ്യാർത്ഥിനിയെ കണ്ട ശേഷവും അയാൾ ഇവരെ ഭീകരമായ രീതിയിൽ നോക്കി നിന്നതിന് ശേഷമാണ് ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ്. ഈ ചൊവ്വാഴ്ച മുതൽ തുടങ്ങിയ സംഭവം ഇവിടെ വീണ്ടും എല്ലാ ദിവസവും ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. രാത്രിയാവുമ്പോൾ കുട്ടികൾ ഭയന്ന് വടിയും ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കരുതിക്കൊണ്ട് അവർ ഭയത്തോടു കൂടി ഈ രാത്രി പുലർച്ചെ വരെ കാത്തിരിക്കേണ്ട സാഹചര്യം വരുന്നു. പോലീസിനെ വിവരം അറിയിക്കുന്നു, മാനേജറെ വിവരം അറിയിക്കുന്നു, കോളേജ് അധികൃതരെ വിവരം അറിയിക്കുന്നു. പക്ഷേ അതിനൊന്നും കൃത്യമായ ഒരു പരിഹാരം കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. വീണ്ടും അതേ ദിവസങ്ങൾ, അതായത് നമ്മൾ ഈ കോളേജിൽ കാണുന്ന പല ഭാഗങ്ങളിലും എയർ ഹോൾസ്, വലിപ്പമുള്ള എയർ ഹോൾസ് ഉണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത്. അവിടെ തന്നെ അത് അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്ത് കോളേജ് മാനേജ്മെന്റ് ഇടപെട്ടുകൊണ്ട് അവിടെ സ്റ്റീൽ തകിടുകൾ ഉപയോഗിച്ച് ആ ഭാഗം മറച്ചു. എന്നാൽ പിറ്റേ ദിവസവും അയാൾ ഈ കോമ്പൗണ്ടിലെത്തി ടെറസിന്റെ മോൾ ഭാഗത്താണ് കണ്ടതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് പിന്നീട് നടത്തിയ പരിശോധനയിൽ കാൽപ്പാടുകൾ കണ്ടെത്താൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആ പോലീസ് കേസെടുത്തത്, അതായത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി, കായംകുളം MLA പ്രതിഭയുടെ നേതൃത്വത്തിലുള്ള ആളുകളും ഇവിടെ എത്തി പരിശോധന നടത്തിയതിനു ശേഷം ആണ് കേസെടുത്തതിന് ശേഷമാണ് വീണ്ടും അയാൾ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. പിന്നീട് വൈകുന്നേരത്തോടു കൂടി പുലർച്ചെ 2 മണിയുടെ അടുത്താണ് ഇവിടേക്ക് ഇയാൾ എത്തുന്നത് എന്നാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത്. ഈ അന്ന് രാത്രി ആ മുറിയിൽ വെച്ച അയാളെ കണ്ട ആ വിദ്യാർത്ഥിനി പിന്നീട് അലറി വിളിച്ചതിനെ തുടർന്ന് ഹോസ്റ്റലിൽ മുഴുവനായി കുട്ടികൾ പുറത്തേക്ക് കരഞ്ഞുകൊണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇത്തരം സംശയങ്ങൾ വിദ്യാർത്ഥിനികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീടാണ് ഈ ചൊവ്വാഴ്ചയോടുകൂടി ഇയാളെ കാണുന്നത്. കുട്ടികൾ കോളേജ് മാനേജറുടെ അടുത്തേക്ക് എത്തി CCTV ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഇവരുടെ പ്രതിഷേധത്തെ തുടർന്ന് CCTV വിഷ്വൽസ് പരിശോധിച്ചപ്പോൾ കൃത്യമായി അയാൾ ഓടുന്ന ദൃശ്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ലൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അയാൾ മാറ്റിയിട്ടാണ് അയാൾ ഓടുന്നതായി കണ്ടിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്ന ദിവസം 80ഓളം വിദ്യാർത്ഥികളുള്ള ഈ ഹോസ്റ്റലിൽ ആകെ ഉണ്ടായിരുന്നത്
ഇവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് നൽകുന്ന സ്ത്രീ മാത്രമാണ് എന്നുള്ളതാണ്. ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യം എന്നാണ് ആ വിദ്യാർത്ഥിനികൾ പറയുന്നത്. കുട്ടികൾ നമ്മളോടൊപ്പം കൂട്ടത്തോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹോസ്റ്റലിൽ പുറത്തേക്ക് അവർ എത്തിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ സാഹചര്യം? എന്താണ്? അതായത് ചൊവ്വാഴ്ച വെളുപ്പിന് 2 മണിക്കാണ് ഞങ്ങൾക്ക് എക്സാമാണ്. ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ഉറങ്ങാൻ താമസിക്കും. അപ്പം അന്ന് ടോയ്ലറ്റിൽ കുട്ടി പോകുമ്പോൾ ടോയ്ലറ്റിൽ കയറി ജസ്റ്റ് വെറുതെ തല അറിയാതെ വെട്ടിച്ച സമയത്താണ് ഒരാൾ അപ്പുറത്തെ ബാത്റൂമിൽ കയറി നിന്ന് എത്തി നോക്കുന്നതായിട്ട് കാണുന്നത്. കുട്ടി അകത്തേക്ക് കയറി ചെന്നപ്പോൾ തന്നെ ഇയാളെ കണ്ടു അല്ലേ? അപ്പുറത്തെ ബാത്റൂം അല്ല, ഇവള് ബാത്റൂമിനകത്ത് കയറി. അപ്പോൾ അപ്പുറത്തെ ബാത്റൂമിൽ നിന്ന് ഹോസ്റ്റലിനകത്ത് കയറി നിന്നാണ് എത്തി നോക്കുന്നത്. അതായത് ഈ ബാത്റൂമിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതായത് മോൾ ഭാഗം അടച്ച കെട്ടിടമാണെങ്കിൽ പോലും ബാത്റൂമുകൾ തമ്മിലുള്ള റൂമുകൾ തമ്മിലുള്ള മോൾ ഭാഗം തുറന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും. അവിടെ നിന്ന് എത്തി നോക്കിയതായാണ് കുട്ടികൾ പറയുന്നത് അല്ലേ? അവിടെ നിന്ന് കണ്ടു. അങ്ങനെ അവൾ പേടിച്ച് കുറച്ചേരം ഇരുന്നു. അതുകൊണ്ട് അവൾ പതുക്കെ ഇറങ്ങി, അവിടെ കണ്ടല്ലോ ഇറങ്ങി ഓടിക്കാണെന്നുള്ള രീതിയിൽ പതുക്കെ വന്ന് റൂംമേറ്റിനെ വിളിച്ചുകൊണ്ടെത്തി താഴെ വന്ന് കുട്ടികളെയും വിളിച്ച് ആൻറ്റി അടുത്ത് പറയാമെന്ന് വെച്ച് പോകുമായിരുന്നു. അപ്പോൾ റൂമിൽ ചെന്ന് കഥ തുറക്കുമ്പോൾ ഇവൻ റൂമിനകത്താണ് നിൽക്കുന്നത്. റൂമിനകത്ത് ആ കുട്ടിയുടെ മറ്റേ റൂംമേറ്റ് ഉറങ്ങി കിടക്കുമായിരുന്നു. അവളെ കാലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ അവളെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. മുറിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ വന്ന് കഥ തുറക്കുമ്പോൾ ഇവിടെ കാണും. എന്നിട്ട് അവിടെ നടന്ന് കുട്ടിയുടെ അവളടുത്ത് വന്ന് പതുക്കെ നടന്ന് കുറച്ചു നേരം ഫേസ് ടു ഫേസ് നിന്നു. നിങ്ങൾ കണ്ടു അയാളെ? മാസ്കോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. അപ്പൊ അവള് നേരിട്ട് കണ്ടു. എന്തായിരുന്നു വസ്ത്രം? എന്തായിരുന്നു? ഒരു ഷർട്ട് ട്രൗസറും ഒന്നും ഉണ്ടായിരുന്നു. ഏകദേശം കൊച്ചു കറക്കാനാണ്. അപ്പം കണ്ടു. അവൾ കുറച്ചു നേരം നിന്നു, ഫേസ് ടു ഫേസ് നിന്നു. അപ്പോഴത്തേക്ക് താഴത്തെ കുട്ടികളെ റൂമിലെ കുട്ടികൾ, അതായത് ഓപ്പോസിറ്റ് ഭാഗം താഴത്തെ റൂമിലെ കുട്ടികൾ ബാത്റൂമിൽ പോയിട്ട് വരുമായിരുന്നു. അപ്പോൾ അവൾമാരെ കാണുന്ന ടൈമിൽ അവിടെ നിന്ന് ആൻറ്റീനെ ഉറക്കം അല്ലാതെ വിളിച്ച് അപ്പോഴത്തേക്കും ഓടി. അപ്പോൾ ഓടുന്ന ഇതിനകത്ത് ഇവള് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവൾമാരും കണ്ടു. ആ സമയം ഹോസ്റ്റലിൽ സെക്യൂരിറ്റി ഇല്ലായിരുന്നു അല്ലേ? ഇല്ല. ഞങ്ങൾ ബഹളം വെച്ച് സെക്യൂരിറ്റിയെ വിളിക്കാൻ പറയുമ്പോഴാണ് സെക്യൂരിറ്റി ഇവിടെ ഇല്ലെന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. നിങ്ങളെ അറിയിച്ചിട്ടില്ല? സെക്യൂരിറ്റി ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അന്ന് ആ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ത്രീ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആൻറ്റി മാത്രമേ ഞങ്ങളോട് ഉള്ളായിരുന്നുള്ളൂ. ഞങ്ങൾ ഇത്ര പെൺപിള്ളേർ ആൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കുട്ടികൾ മാനേജ്മെന്റിൽ പരാതി നൽകി. ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ കോളേജ് പ്രിൻസിപ്പലെ കണ്ട് വിവരം ധരിപ്പിച്ചു. പക്ഷെ അത് ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ളതാണ്. 2 ദിവസത്തോളം പ്രതിഷേധം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ വെച്ച് 2 കുട്ടികൾ ബോധക്ഷയം വന്ന് വീഴുന്ന സാഹചര്യം അവർക്കുണ്ടായിട്ടുണ്ട്. ആശുപത്രി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് തുടർച്ചയായുള്ള ഉറക്കക്കുറവുണ്ട്, ഒപ്പം തന്നെ നല്ല ഭയം കുട്ടികൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പാനിക് സിറ്റുവേഷനിലേക്ക് പോയി ഒരു ബോധക്ഷയത്തിലേക്ക് അടക്കം പോയത് എന്നുള്ളതാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയടക്കം നമ്മളോട് സംസാരിച്ചിരുന്നു. ഇപ്പൊ നിലവിലത്തെ എല്ലാ രാത്രികളുടെയും നിങ്ങളുടെ അവസ്ഥ എന്താ? എല്ലാ രാത്രി വെച്ചാൽ ഞങ്ങൾ പേടിച്ചാണ് കഴിയുന്നത്. ഇതുവരെയായിട്ടും ഇവർ പല കാര്യങ്ങളും പറഞ്ഞ് CCTV വെക്കാം, ബാക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പം അത്യാവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേടിയാണ്. പക്ഷെ അയാൾ വീണ്ടും വന്നു അല്ലേ? അതെ, വീണ്ടും ഞങ്ങളിവിടെ ടെറസിൽ കണ്ടവരുണ്ട്. പേടിച്ചിട്ടാണ്. കാരണം വെച്ചാൽ ഇത്രയും ഭയത്തോടെ എടുക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും കാണുമ്പോൾ ഞങ്ങളുടെ ജീവനിൽ കൊതിയുണ്ട്. പേടിയാണ്. ഇനിയും കാണുവാൻ ഞങ്ങൾ എന്നെ ചെയ്യുമോ? അതുപോലെ ആദ്യം വന്നതൊരു ചെറുക്കനാണെങ്കിൽ പിന്നീട് വന്നത് അത്യാവശ്യം ഒരു പ്രായമുണ്ട്, പിന്നെ ബലമുള്ള ഒരാളായിരിക്കും. അപ്പൊ അയാളെ ഞാൻ ഇത്രയും പേര് നേരിട്ടാലും വേറെ ആളുകളാണ് അങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്നത്. അന്ന് ആദ്യം കണ്ടതൊരു ചെറുക്കനാണെങ്കിലും പിന്നീട് വന്നത് കുറച്ച് ഇങ്ങനെ ഞാൻ കണ്ടത് ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരു മീൻസ് ബലമുള്ള ഒരാളാണ്. അന്നത് ഒരു +2 ആ ഒരു ഏജിലുള്ള ഒരു ചെക്കനാണെങ്കിൽ പിന്നീട് ഇവരൊക്കെ ഞങ്ങളൊക്കെ കണ്ടത് ഒരു അത്യാവശ്യം കാണുന്നതും നേരത്തെയാണ്. ഒരു 10-11 ആ ടൈമിലാണ്. അത് ഇവിടെ ടെറസിലായിരുന്നു നടന്നു പോകുന്നതാണ് കണ്ടത്. സാധാരണ ഒരു 1 മണി 1:30 കഴിഞ്ഞിട്ടാണ് വരാറ്. പക്ഷെ അന്ന് വന്നതെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെയാണ്. അത് ഈ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് ശേഷമാണ് ഇയാൾ വരുന്നത്? അതെ, അതിനുശേഷമാണ് വന്നത്. അല്ല, നിങ്ങൾ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയതിനു ശേഷം ഇവിടെ പോലീസിന്റെ കാവലുണ്ടായിരുന്നു, അതോ പെട്രോളിംഗ് മാത്രമാണോ ഉണ്ടായിരുന്നത്? പെട്രോളിംഗ് മാത്രം. രാത്രി ഇതിലെ വന്ന് ഇവിടെ ഒരു ബുക്ക് വെക്കും, അതിൽ വന്ന് ഇവര് വന്ന് സൈൻ ചെയ്തിട്ട് പോകും. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല ആ ടൈമിലൊന്നും. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, പോലീസ് പരാതിയിലേക്ക് പോകുന്നത് 1-2 ദിവസം ആവർത്തിച്ച് കണ്ടതിന് ശേഷമല്ലേ? അതിനുശേഷം ഇത് ഗൗരവത്തോടെ അവർ ഇത് കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം അയാൾ വീണ്ടും ഇവിടേക്ക് വരുന്നു, നിങ്ങൾക്ക് ഇവിടെ സ്ഥിരം ഒരു കാവൽ ഇല്ലാത്ത സാഹചര്യമൊക്കെ. അത് ഞങ്ങള് ഒരു പരാതി കൊടുത്ത് 2 ദിവസം ഇത് തുടർച്ചയായിട്ട് പോയി. ഞങ്ങൾക്ക് ഇവിടെ സേഫ്റ്റിക്ക് വെച്ച ഷീറ്റിങ്ങനെ അടിച്ച അവിടെ അടിച്ചൊരു സ്ക്രൂവിനെ ഇളകിയത്. അപ്പൊ അന്ന് പറയുമ്പോഴാണ് പിന്നെ അവിടെയാണ് നിങ്ങൾ കിച്ചന്റെ പുറകിൽ കാൽപാദം കണ്ടത് അല്ലേ? അപ്പോഴാണ് പിന്നെ പോലീസുകാർ പിന്നെ ചുറ്റും നടന്ന് ലൈറ്റ് അടിക്കാൻ തുടങ്ങി. അതുവരെ ഇവിടെ വന്ന് പെട്രോൾ ചെയ്തിട്ട് 1 മണിക്കൂറിനോ അല്ലെങ്കിൽ 2 മണിക്കൂറിനിടയിൽ വന്നിങ്ങനെ പോകുക.
പിന്നാണ് വന്ന് ഒരു നടക്കാനും ചുറ്റും നടക്കാനും ഇന്നലെയൊക്കെ ഒരു ചുറ്റിനും നടക്കുകയൊക്കെ ചെയ്തത്. ഇവിടെ സ്ഥിരമായി രാത്രി ഇപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടോ? ഇപ്പം രാവിലെ മുതൽ രാത്രി സന്ധ്യ 6 മണി വരെ ഒരു ലേഡി സെക്യൂരിറ്റിയും അത് കഴിഞ്ഞൊരു മെൻ സെക്യൂരിറ്റിയും ഉണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് സെക്യൂരിറ്റി രാത്രി വേണമെന്നാണ്. ഇന്നലെ നിങ്ങളോടൊപ്പം ആരാ ഉണ്ടായിരുന്നേ? ഇന്നലെ ഞങ്ങളോട് മെയിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഈ ഓരോ ദിവസവും ഈ രാത്രി എങ്ങനെയാണ് പോകുന്നത്? കാരണം നിങ്ങൾക്ക് എക്സാം നടക്കുന്ന സമയമാണല്ലേ, പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണോ? എന്താ ഇവിടുത്തെ അവസ്ഥ? നിങ്ങൾ എങ്ങനെയാണ്? എല്ലാവരും കൂടെ ഒരുമിച്ചാണോ? ഒരു മുറിയിലാണോ? അല്ല, ഒരു മുറിയിലല്ല, ഞങ്ങൾ പല മുറിയിലായിട്ടാണ്. ഇപ്പം ഞങ്ങൾക്ക് ഹോസ്റ്റലേഴ്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഞങ്ങൾ ഉറങ്ങാതിരിക്കും. എന്നിട്ട് ഏതെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നിഴല് വെട്ടം കാണുന്നുണ്ടോ എന്ന് ഞങ്ങളിങ്ങനെ നോക്കും. അപ്പം ജനലിൻ്റെ അടുത്ത് കൂടെ എന്തെങ്കിലും ശബ്ദം, ഈ ടെറസ് പോകുന്ന അങ്ങനെ പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഇതാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം 2 കുട്ടികൾ തലകറങ്ങി വീണല്ലോ അല്ലേ? അവിടെ വെച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ലേ? കോളേജ് 3 പേര് പോയി. 3 പേര് വീണു. ബോധക്ഷയം വീണു. കുറെ പേർക്ക് ശ്വാസം മുട്ടൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇവിടെ കായംകുളത്ത് ഹോസ്പിറ്റലായിരുന്നു അവര്. ഈ നിലവിലത്തെ ഒരു സാഹചര്യത്തില് ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി ഇപ്പോ മിനിഞ്ഞാന്ന് രാവിലെ വരെ അവിടെ എത്തിയില്ലേ? അപ്പൊ നിങ്ങൾ ഞായറാഴ്ച പരാതി ഉന്നയിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് ഞായറാഴ്ച അതിർത്തിൽ പരാതി ഉന്നയിച്ചിരുന്നോ? നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അത് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുള്ള കാര്യം പ്രകടിപ്പിച്ചിരുന്നു അല്ലേ? സംശയം ഉണ്ടെന്ന്, അതായത് ഇതിനു മുന്നേ വെള്ളിയാഴ്ച ഇതുപോലെ ഒരാൾ ലൈറ്റ് ഓഫ് ആക്കി പോകുമ്പം അപ്പുറത്ത് PG ഇത്ത കണ്ടു. അപ്പം ഈ ലൈറ്റ് ഓഫ് ആകുന്ന ചെറുതായിട്ട് ഒരാളിങ്ങനെ ഓടുന്നത് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ഇവര് വിചാരിച്ചത് കുട്ടികൾ ആരെങ്കിലും ഓഫാക്കി പോയതാണ്. അങ്ങനെ ഞായറാഴ്ച നമ്മൾ ഇവിടെ മീറ്റിംഗ് വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞതിനെ തുടർന്ന് CCTV നോക്കാമെന്നേ ഉദ്ദേശമുള്ളൂ. അങ്ങനെ ചൊവ്വാഴ്ച ആയപ്പോഴേക്കും രാവിലെ ഒരു പുലർച്ചെ 1:30 ആ ഒരു ടൈം ആയപ്പോഴേക്കാണ് ഈ ആൾ വീണ്ടും കയറിയത്. അങ്ങനെയാണ് നമുക്ക് പിന്നെ അന്ന് പരാതി കൊടുക്കാൻ രാവിലെ പോയി. ഇല്ല, ഞങ്ങൾ സാധാരണ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും 12 മണിയൊക്കെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ വീട്ടിലടുത്തുള്ള ആൾക്കാരൊക്കെ പറയും ഇവരെന്തെങ്കിലും ഹോസ്റ്റൽ ലെവലിൽ ഉറക്കമൊന്നുമില്ല. പക്ഷെ അന്ന് ഞങ്ങൾ ഇത്ര പേര് അലറിയിട്ട് ഈ പരിസരത്തിൽ ഒരു മനുഷ്യനും ഞങ്ങൾ നോക്കിയിട്ടില്ല. എന്താ കാര്യം എന്ന് പോലും അന്വേഷിച്ച് തിരക്കി വരാനോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അത്രയ്ക്ക് നിലവിളിച്ച് എല്ലാവരും അത്രയും പേരുണ്ട്. എന്നിട്ടും ഇത്രയും ശബ്ദം കേട്ട് ഒരു മനുഷ്യനും വന്നിട്ടില്ല. ഞങ്ങളും ആൻറ്റിയും മാത്രം. പിന്നെ സെക്യൂരിറ്റി ഇല്ലയെന്ന് അറിഞ്ഞത് ഞങ്ങൾ ആ ടൈമിലാണ്. എല്ലാം ഏകദേശം എപ്പോഴാണ് അറിഞ്ഞത് സെക്യൂരിറ്റി പോലും ഇല്ലെന്ന്. ഞങ്ങൾക്ക് ആ ദിവസം ഇത്ര സെക്യൂരിറ്റി ഇല്ലെന്ന് ഞങ്ങൾ അതൊക്കെ അറിഞ്ഞിട്ടാവാം ചിലപ്പം കയറി. ഞങ്ങൾക്ക് അത്രയ്ക്കും പേടിച്ചിട്ടാണ് അത്രയും നിലവിളിച്ചിട്ട് ഒരു മനുഷ്യൻ ഞങ്ങൾ തിരിഞ്ഞു. ഏറ്റവും അവസാനം കണ്ട ദിവസം അയാൾ മുകളിൽ നിന്നിട്ട് അയാൾ എങ്ങനെയാണ് അപ്രത്യക്ഷനായത്? അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നോക്കുമ്പോൾ മുകളിൽ കൂടെ നടക്കുമായിരുന്നു. ഞങ്ങൾ ആ സമയം ഒരു ഡൗട്ട് ജനല് കുളക്കില്ലേ അതിന്റെ ഇതൊക്കെ തുറന്നിട്ട് കുളത്തൊക്കെ ഊരിയിട്ടേക്ക്. അതിന്റെ ഡൗട്ടിൽ ഞങ്ങൾ CCTV ചെക്ക് ചെയ്യാൻ വന്നത്. അപ്പൊ ഏകദേശം പിള്ളേരൊക്കെ പുറത്താണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പുറത്തൂടെ നോക്കുമ്പോൾ പിന്നെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് 2 കുട്ടികൾ പെട്ടെന്ന് എന്തോ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കി. മുകളിലേക്ക് നോക്കുമ്പോൾ ഇവനിങ്ങനെ നടക്കുവാണ്. അപ്പൊ നടന്ന് അത് കഴിഞ്ഞ് ഞങ്ങളുടെ തോന്നലില്ല. പക്ഷെ അന്ന് ഇവിടെ നിന്ന് ലേഡി സെക്യൂരിറ്റിയും പിന്നെ ഞങ്ങളുടെ കൂടെ ഇരുന്ന വേറൊരു കുട്ടിയും കൂടി ആളെ കണ്ടു. ആ സമയം തൊട്ട് ഞങ്ങൾ പേടിച്ച് വിറച്ച്. കാരണം വെച്ചാൽ ഇത്രയും സെക്യൂരിറ്റീസ് ഉണ്ട്, മീൻസ് അവർ പറഞ്ഞിങ്ങനെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇത്ര ധൈര്യത്തോടെ കയറണമെങ്കിൽ ഞങ്ങൾക്ക് അത്രയും പേടി. അതെ, അന്ന് രാത്രിയാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നും ഞങ്ങൾ എല്ലാവരും ഇറങ്ങി മാനേജറിന്റെ അവിടെ പോയി നിന്ന്. എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കും. ഇത്രയും സെക്യൂരിറ്റി തന്നിട്ടും ഒന്ന് തുടരുക. നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് വരാം. ഷെയ്ഖ് പി ഹാരിസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷെയ്ഖ് പി ഹാരിസ്, താങ്കൾക്ക് ആ പ്രദേശത്തെ അറിയാവുന്നതാണ്, മാനേജ്മെന്റുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. യഥാർത്ഥത്തിൽ കോളേജിൽ എന്താണ് സംഭവിക്കുന്നത്? കുട്ടികളുടെ പരാതിയിൽ നടപടി ഉണ്ടായില്ല എന്നാണ് അവർ ഉന്നയിക്കുന്ന ആക്ഷേപം. ഷെയ്ഖ് പി ഹാരിസിലേക്ക് നമുക്ക് വരാം. ശരണ്യ, തുടരാം. എന്തായാലും കുട്ടികൾ ഉന്നയിക്കുന്നത് വലിയ ആരോപണമാണ്. നമുക്ക് കുട്ടികളിലേക്ക് വരാം. അതിനു മുമ്പ് ഈ വിഷയത്തിൽ കോളേജ് മാനേജ്മെന്റിന് എന്താണ് പ്രതികരണം? ഞങ്ങൾ ആ പ്രതികരണം കൂടി തേടിയിരുന്നു. പക്ഷേ ഒരു കൃത്യമായ മറുപടി പറയാൻ കോളേജ് മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. ഒപ്പം ഈ കുട്ടികൾ ഉന്നയിച്ച പരാതി ഞങ്ങൾ പരിഹരിച്ചു എന്ന ഒരു ഒഴുക്കൻ മറുപടിയാണ് മാനേജ്മെന്റിൽ നിന്നും ഉണ്ടായത്. നമുക്ക് ആ വാക്കുകൾ അവരുടെ ഫോൺ റെക്കോർഡ് കൂടി കേൾക്കാം. സാറേ, പിന്നെ ഈ ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിഷയമുണ്ടല്ലോ, ആ ഒരു അജ്ഞാതം വരുന്നതായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെല്ലാം കഴിഞ്ഞു. ഈ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നത് 11 മണിക്ക് 11 മണിക്ക് ചാർജുള്ള അവിന ടീച്ചർ വരും. അവരോട് ചോദിച്ചാൽ അവിടെ അറിയാമല്ലോ, പ്രിൻസിപ്പളായിരുന്നേ. അറിയാം. നേരിട്ട് വിളിച്ചാൽ മതി. ശരി.
ഇതാണ് കോളേജ് മാനേജ്മെന്റ് നൽകിയത്. അതിനപ്പുറത്തേക്കുള്ള ഒരു വിശദീകരണം നൽകാൻ തയ്യാറായില്ല. കാരണം ഈ വിഷയത്തിന്റെ ഇത്ര അധികം ഗൗരവമുള്ള വിഷയമായതിനാലാണ് ഞങ്ങൾ ദൃശ്യങ്ങളടക്കം പുറത്തുവിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മാനേജ്മെന്റ് പ്രതികരണം തേടിയത്. പക്ഷേ ആ തരത്തിലാണ് പ്രതികരണം. ഇനി നമുക്ക് പോലീസ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നുകൂടി നോക്കാം. പോലീസിന്റെ മറുപടി കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്കാര്യത്തിൽ ഡിവൈഎസ്പിയുടെ വാക്കുകൾ കേൾക്കാം. സാറേ, പിന്നെ ഈ കായംകുളം പിന്നെ MSM കോളേജിൽ ഹോസ്റ്റൽ ഇഷ്യൂ ഇല്ലേ, അതായത് അയാളെ കിട്ടിയോ സാറേ? വന്ന ആളാരാന്ന്? അത് ഞങ്ങൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. ഓ ശരി ശരി. മറ്റു അറസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല അല്ലേ? കസ്റ്റഡി ഒന്നും വന്നിട്ടില്ലല്ലോ? നമ്മൾ നമ്മുടെ നിരീക്ഷണത്തിലാണ് അയാൾ. ശരി ശരി ശരി. എവിടെയുള്ള ആളാ? കായംകുളംകാരനാണോ? അത് പറയാം. ശരി സാർ, ശരി. ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റും. ഓക്കെ സാർ, ഓക്കെ, ശരി. അതാണ് പ്രതികരണം. പോലീസിന്റെ പ്രതികരണം അതാണ്. ശരണ്യ, പോലീസും മാനേജ്മെന്റും പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് കേട്ടു. നമ്മൾ ഈ വിഷയത്തെ ഉന്നയിക്കേണ്ടത് ഇത്ര ദിവസമായിട്ടും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ല എന്ന കാര്യമാണ്. പോലീസ് ഐഡന്റിഫൈ ചെയ്തു, അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യമൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആദ്യവട്ട ഈ പരാതി ഉന്നയിക്കപ്പെട്ടതിന് ശേഷം സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു ഹോസ്റ്റലിൽ ഒരു കുട്ടികളുടെ പരാതിയൊക്കെ വരുമ്പോൾ അതവിടുത്തെ ഒരു സാമൂഹ്യ വിഷയമായി മാറുകയും അങ്ങനെ ഒരു പൊതു ഇടപെടലുമൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? അങ്ങനെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ശരണ്യ? സജിത്ത്, പ്രതിഭ MLA-യുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തി ഈ ഹോസ്റ്റലും പരിസരവും ഒക്കെ പരിശോധിച്ചിരുന്നു. പക്ഷേ കുട്ടികൾ ഇപ്പോഴും പറയുന്നത് ഈ ഹോസ്റ്റലിന്റെ പിൻഭാഗം, അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്തിന്റെ, ഈ കെട്ടിടത്തിന്റെ പിൻഭാഗം ഉള്ളത് ഒരു അരമതിൽ മാത്രമാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അവർക്ക് ആർക്ക് വേണമെങ്കിലും കയറാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള ഒരു അരമതിലാണ് എന്നുള്ളതാണ്. ഈ കുട്ടികൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവർ ഉന്നയിക്കുന്നത് ഈ ആൾ ആദ്യം ചൊവ്വാഴ്ച പുലർച്ചെ എത്തുമ്പോൾ പോലും ഇവരെ കൂട്ടത്തോടെ ഇത്തരത്തിലൊരു നിലവിളി അടക്കം മുഴക്കി കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഹോസ്റ്റലിന്റെ നടുത്തളത്തിലേക്ക് അവർ ഇറങ്ങുന്ന സാഹചര്യം വരുന്നു. അവിടേക്ക് എത്തുമ്പോൾ പോലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്തേക്ക് കുട്ടികൾ എത്തുമ്പോഴാണ് കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ എന്താ പറയുക, ഇതാണ് ഒരു ഹോസ്റ്റൽ കോമ്പൗണ്ടിന്റെ അകം. ഇതാണ് ഇതിന്റെ പിൻഭാഗത്ത് ഇപ്പോൾ CCTV സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ പിൻഭാഗം ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ളതാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത്. അവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്നിപ്പോ വിദ്യാർത്ഥിനികളുടെ അവരുടെ രക്ഷകർത്താക്കൾ വന്നിട്ട് പേരന്റ്സ് മീറ്റിംഗ് ഇവിടെ നടക്കുകയാണ്. കാരണം വളരെ ഗൗരവത്തോടെയാണ് ഇത് കാണുന്നത്. പിൻഭാഗം ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ളതാണ് കുട്ടികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവര് ഈ കാണുന്ന കോമ്പൗണ്ടാണ് ഇതിന്റെ, അതായത് ഈ ഹോസ്റ്റൽ പരിസരം ഇതാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പിലാണ് ആൾ വന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഏത് ഭാഗത്തായിട്ടാണ് നിങ്ങൾ CCTV വിഷ്വലിൽ ആൾ പാസ് ചെയ്യുന്ന കണ്ടിട്ടുള്ള ഏത് ഭാഗത്താ? ഒന്ന് വരും പറയൂ. ഈ ഫ്ലോറിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സജിത്ത്, നമുക്ക് കിട്ടിയ CCTV വിഷ്വലിൽ കാണുന്നത് ഈ ഫ്ലോറിൽ, അതായത് ഈ നേരെ കാണുന്ന ബിൽഡിങ്ങിന്റെ ഈ ഭാഗത്തു കൂടിയാണ് ആൾ നടന്നു പോകുന്നതായി കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ എവിടെയാണ് കണ്ടത്? ഞാനും ഇവളും കൂടെ പുറത്ത് സൗണ്ട് കേട്ടത് പറയാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി നടന്നില്ല. ഇവിടെ എൻ്റെ അടുത്ത് ഇടിഞ്ഞ് ടെറസിലാണ് ആരും നിൽപ്പുണ്ടോ എന്ന് ചുമ്മാ പറഞ്ഞത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ കാഷ്വലായിട്ട് നോക്കിയപ്പോൾ ഒരാൾ ഇങ്ങനെ ഇതിലേക്ക് നടക്കുന്നത്. അത് അങ്ങനെ കുറച്ച് പേര് ടെറസിൽ വിട്ടു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് സെക്യൂരിറ്റി 4 പേരും മേളിൽ ടെറസിലോട്ട് നടന്നു. ഞങ്ങൾ സെക്യൂരിറ്റി ഉൾപ്പെടെ 2 പേരും ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി അവരെ കണ്ടോട്ട് അവൻ ഈ ഒരു മൂലയിലോട്ട് വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ഉൾപ്പെടെ കണ്ടതാണ്. അതിനുശേഷം പോലീസ് വരുന്നത്. പോലീസ് വന്ന് ഫുള്ള് നോക്കിയിട്ട് പറയാം നിങ്ങളുടെ തോന്നലാന്ന് പറഞ്ഞു. അതാണ് ചൈത്യ. അതായത് സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ഇപ്പോൾ 7 ദിവസമായി, അതായത് ഒരാൾ 7 ദിവസമായി ഈ കുട്ടികളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഈ കോമ്പൗണ്ടിൽ പലയിടങ്ങളിലായി വിഹരിക്കുന്നു. രാത്രി പുലർച്ചയോടുകൂടി എത്തുന്നു. ഇവിടുത്തെ ബൾബ് ഊരി മാറ്റുന്നു. ടോയ്ലറ്റ് റൂമുകളിൽ അടക്കം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ശുചിമുറികളിൽ എത്തുന്നു. അവർ കിടക്കുന്ന മുറികളിൽ എത്തുന്നു. ഇത്രയും കാര്യങ്ങൾ CCTV ദൃശ്യങ്ങളടക്കം ഈ കുട്ടികൾ ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് പരിശോധിക്കുകയും ഒരാൾ കയറിയിട്ടുണ്ട് എന്ന് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നത്. അത്രമാത്രം ഗൗരവമല്ലാതെയാണ് മാനേജ്മെന്റ് ഇതിനെ നോക്കിക്കണ്ടത്. അതിനുശേഷം കുട്ടികൾക്ക് പ്രതിഷേധിക്കേണ്ടി വന്നു. അവർക്ക് കോളേജിലെത്തി പ്രിൻസിപ്പൽ റൂമിലെത്തി അവിടെ ഖരാബ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അവിടെ വെച്ച് 3 കുട്ടികൾ ഈ ഉറക്കക്കുറവും അവരുടെ പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് ബോധക്ഷയമുണ്ടായി 3 പെൺകുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് MSM കോളേജിന്റെ ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരിടത്ത് CCTV വിഷ്വൽ അടക്കം ലഭ്യമായിട്ടും 7 ദിവസമായിട്ട് പോലീസിന് ആൾ ആരാണെന്ന് തിരിച്ചറിയാനോ അയാളെ കണ്ടെത്താനോ ഈ കുട്ടികളുടെ ഭയം അകറ്റാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്
ഇവിടെ ആവർത്തിച്ചു വരുന്നുണ്ടെന്ന് കുട്ടികൾ പോലീസിനോട് പറയുമ്പോൾ പോലും ഇവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനോ അല്ലെങ്കിൽ ഒരു പോലീസിന്റെ ഒരാളെ കാവലിടാനോ അവർ തയ്യാറായിരുന്നില്ല. മറിച്ച് പെട്രോളിംഗ് മാത്രമാണ് നടന്നത്. ഇവിടെ വന്ന് കേവലം ഒരു നടപടിക്രമം എന്ന പോലെ ഒപ്പിട്ടിട്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ആ ദിവസവും പോലീസ് ഇവിടെ പെട്രോളിംഗ് നടത്തി പോകുന്ന ആ ദിവസവും ഇവിടെ ആള് കയറിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ കുട്ടികളുടെ ആകാംക്ഷ, ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ അത് അടിയന്തരമായി ഗൗരവത്തിൽ സർക്കാർ എടുക്കേണ്ടതാണ്. ഇവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ആരാണ്, അതായത് ഇത്രയും ദിവസം ഈ CCTV വിഷ്വലിലടക്കം പതിഞ്ഞ ഈ വ്യക്തിയെ കണ്ടെത്താൻ എന്തുകൊണ്ട് പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് തീർച്ചയായും ജില്ലാ പോലീസ് മേധാവി അടക്കം നമുക്ക് മറുപടി നൽകേണ്ടതാണ്. സജിത്. യെസ് ശരണ്യ, വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് ഗൗരവമായ ആരോപണമാണ്. ഈ ആരോപണം ഉന്നയിച്ചിട്ടും അതിൽ നടപടി എന്തുകൊണ്ട് വൈകുന്നു എന്നതാണ്. CCTV ദൃശ്യങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ട്. മാത്രമല്ല, പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും അതിലെന്തുകൊണ്ട് നടപടി വൈകുന്നു എന്ന ചോദ്യമാണ്. ഒരു ന്യായീകരണവും ഇതിൻ്റെ അകത്ത് നൽകാൻ കഴിയില്ല. കാരണം അത്ര ഗുരുതരമായ ഒരു ആക്ഷേപമാണ്. ഒരു സാമൂഹ്യ വിരുദ്ധനാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം. എന്തു തന്നെയായാലും ഇക്കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും കുട്ടികളുടെ കൂട്ടത്തോടെയുള്ള ഇങ്ങനെ പരാതി ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല എന്ന ചോദ്യമാണ്. എന്തായാലും ഗുരുതര ആക്ഷേപമാണ്. നമുക്ക് ആ പെൺകുട്ടികളുടെ പരാതിയും അത് സംബന്ധിച്ച സ്റ്റോറിയും ഒരിക്കൽ കൂടി കാണാം. ഞങ്ങളുടെ കയ്യിലെ ആയുധങ്ങളും സംഭവങ്ങളൊക്കെ കരുതി വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കണത്. അപ്പൊ ഇന്നലെ നോക്കുമ്പോൾ ഇന്നലെ ഇങ്ങനെ ഓരോ സൗണ്ടുകൾ ഒരു 2 to 3, 4 മണി വരെ ഞങ്ങൾ ഇത് ഓരോന്ന് കേട്ടോണ്ടിരിക്കുക. ഒരു സൗണ്ട് വെക്കുമ്പോഴത്തേന് എല്ലാവരും ഒരേപോലെ എന്താ കേട്ട് അതായത് എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. ഒരാൾ കാണുമ്പോൾ അടുത്ത ആളും കാണുന്നത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾ ശുചിമുറിയുടെ ഉള്ളിൽ അപരിചിതനെ കാണുന്നത്. ഭയന്ന് വിറച്ചുപോയ പെൺകുട്ടി പിന്നീട് മുറിയിലേക്ക് എത്തിയപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സഹപാഠിയെ നോക്കി നിൽക്കുന്ന ഇയാളെ വീണ്ടും കണ്ടു. തിരിഞ്ഞു നോക്കിയ അയാൾ പിന്നിൽ നിൽക്കുന്ന തന്നെ കുറെ സമയം രൂക്ഷമായി നോക്കി നിന്നതായി അവൾ പറയുന്നു. ഒന്നും നിലവിളിക്കാൻ പോലും ആകാത്ത വിധം ഭയന്ന അവസ്ഥയായിരുന്നു. പിന്നീട് ധൈര്യം സംഭരിച്ച് അലറി വിളിക്കുകയാണുണ്ടായത്. ഞങ്ങൾ ടോയ്ലറ്റിലോട്ട് പോയ ടൈമിൽ ടോയ്ലറ്റിൽ ഇരുന്ന് അങ്ങോട്ട് കയറിയില്ല. അങ്ങോട്ട് കയറി ഇവള് ജസ്റ്റ് ഇങ്ങനെ തല ഇരിച്ചപ്പോ ഒരാള് എത്തി നോക്കുമ്പോൾ അവരെ കണ്ണ് വരെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇവള് പേടിച്ച് ഇവള് മിണ്ടാതെങ്ങി ഇരുന്ന്. കാരണം ഇവള് ഒച്ച ഉണ്ടാക്കിയുള്ള വല്ലതും ചെയ്തു പോയാലെന്നുള്ള പേടി. അങ്ങനെ കുറച്ചു നേരം മിണ്ടാതിരുന്ന് കുറച്ച് പതുക്കെ ഇറങ്ങി പുറത്ത് വന്ന് ഇവള് പെട്ടെന്ന് അങ്ങനെ നേരെ ഉറങ്ങി ഓടിക്കാണെന്ന് വിചാരിച്ച് ഇവള് പുറത്ത് വന്ന് കൂടെ ഉള്ള റൂമിലുള്ളവളെയും വിളിച്ച് താഴെ ആന്റിമാരടുത്ത് വന്ന് പറയാന്ന് വിചാരിച്ച് അങ്ങനെ റൂമിൽ വരുമ്പോ ഇവ റൂമിൽ നിൽക്കുക, മറ്റവരുടെ കാലിന്റെ ചുവട്ടിൽ വന്ന് നിൽക്കുക. എന്നിട്ട് ഇവളെ കാണുമ്പോൾ ഇവ നേരെ വന്ന് ഇവളുടെ അടുത്ത് മുഖാമുഖം ഇങ്ങനെ നിൽക്കുക. വിദ്യാർത്ഥിനികൾ പറയുന്നത് ശരിയെന്ന് ഹോസ്റ്റലിലെ CCTV ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. സംഭവം നടക്കുമ്പോൾ 80-ലധികം വിദ്യാർത്ഥിനികളുള്ള MSM കോളേജ് ഹോസ്റ്റലിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുന്ന തങ്കമണി എന്ന സ്ത്രീ മാത്രം. ഗുരുതര വിഷയം മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗരവത്തിൽ കണ്ടില്ലെന്ന വിദ്യാർത്ഥിനികൾ. തുടർന്നുള്ള ദിവസങ്ങളിലും സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. കാൽപ്പാടുകൾ സഹിതമുള്ള ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ ന്യൂസ് 18 നൽകി. ഒരു നേരല്ല ഒരാള് പോകണ കണ്ട്. അത് ഒരു റൂമുകാരല്ല കണ്ടത്, എല്ലാ റൂമുകളും കണ്ടത്. പാസ് ചെയ്തവൻ പോകണ കണ്ട്. അന്നത്തെ പിറ്റേ ദിവസം അതുപോലെ ലൈറ്റ് മിന്നണയൊക്കെ അന്ന് കണ്ട്. പക്ഷെ നമുക്ക് ആ രാത്രി കാണുമ്പോൾ നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നീച്ചിട്ട് ഈ സ്ഥലമൊക്കെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ബൾബ് ഊരി വെച്ചിക്കണ്, നടന്ന കാൽപ്പാടുകൾ കാണണ്. എന്താ പറയാ, ബാത്റൂമിന്റെ അവിടെയൊക്കെ പുതിയ കാൽപ്പാട് എത്തിയൊഴിഞ്ഞ സംഭവങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. തുടർച്ചയായ 4-ാം ദിവസം ശല്യം തുടർന്നതോടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായി വിദ്യാർത്ഥിനികൾ. രാത്രി മുഴുവൻ വടിയും മറ്റുമായി ഉറങ്ങാതെ കാത്തിരുന്നു. കോളേജിലെത്തി പ്രിൻസിപ്പൽ മുഹമ്മദ് താഹയെ വിവരം അറിയിക്കുന്നതിനിടയിൽ തന്നെ 2 കുട്ടികൾ ബോധക്ഷയത്താൽ വീണു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥിനികൾ ഇങ്ങനെ പറയുന്നു. ആളെ കണ്ടുപിടിക്കാന്ന് പറയുന്നുണ്ട്. കണ്ടുപിടിക്കണം എന്നൊരു കറക്റ്റായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റിപ്ലൈ എനിക്ക് തന്നിട്ടില്ല.
ഹോസ്റ്റൽ ആരുടെയാണെന്ന് പോലും അറിയത്തില്ല. അവർക്കൊരു ഉത്തരവാദിത്തം ഇല്ലെന്നാണ് പറയുന്നത്. ഞങ്ങളിത് ആരോടെ കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങനെ ഹോസ്റ്റലിൽ വെച്ചിട്ട് 3-4 ദിവസം ഞങ്ങൾ ഒരുപാട് പറഞ്ഞു നോക്കിയിട്ട് കേൾക്കാഞ്ഞിട്ടാണ് ഞങ്ങൾ കോളേജിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടക്ക് അവർ ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്താവുമെന്ന് അറിയില്ല. ഇനി ഒരു ദിവസം പോലും അവിടെ നിൽക്കാൻ, രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും, അത് ബാത്റൂമിൽ പോകാനാണെങ്കിലും അങ്ങ് തൊട്ടങ്ങോട്ട് മാറാൻ പോലും ആണെങ്കിലും എല്ലാവർക്കും പേടി, ഒരു സൗണ്ട് കേൾക്കാൻ നേരത്തേക്ക്. എന്ത് വിശ്വസിച്ചാണ് അവിടെ നിൽക്കേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് കോളേജ് മാനേജ്മെന്റ് വിഷയത്തെ ഗൗരവത്തോടെ കണ്ടു തുടങ്ങിയത്. കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കോളേജിലെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, ഈ കോളേജ് മാനേജ്മെന്റ്, നമുക്ക് ശരണ്യ മാനേജ്മെന്റിനെ വിളിച്ചപ്പോൾ അവരുടെ മറുപടി നമ്മൾ കേട്ടതാണ്. ഇന്നത്തെ ദിവസം കോളേജിന്റെ സാഹചര്യം എന്താണ്? അവിടെ കോളേജ് അധികൃതർ ആരെങ്കിലും ഉണ്ടോ? അത് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിശദീകരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? സജിത്ത്, ഇപ്പൊ കോളേജ് വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. കുട്ടികളുടെ രക്ഷകർത്താക്കൾ എത്തിയിട്ടുണ്ട്. ഒരു പേരന്റ്സ് മീറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ട് കോളേജിലെ അധ്യാപകരുടെ തന്നെ പ്രതികരണം നമുക്ക് തേടാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ കാത്തു നിൽക്കുകയാണ്. രക്ഷകർത്താക്കൾ അടക്കം അകത്തെത്തി ഇപ്പോൾ അധ്യാപകരുമായി അവരുടെ ആശങ്കകൾ പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുലർച്ചെ വരെ ഈ കുട്ടികൾ അവിടെ നിൽക്കുകയായിരുന്നു. നമ്മൾ എത്രമാത്രം ഈ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ എയർ ഹോളുകൾ ഉണ്ട് എന്നുള്ളതാണ്. 2 ആൾക്ക് കടക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത്രയും വലിയൊരു എയർ ഹോൾ, അത് എന്താണ് അവർ പ്രാക്ടിക്കലി ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത്തരത്തിൽ ആ മുകൾ ഭാഗമൊക്കെ കണ്ടാൽ തന്നെ അറിയാം, അത്തരത്തിൽ ആളുകൾക്ക് കടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇത് സെറ്റ് വെച്ചിരിക്കുന്നത്. അതൊക്കെ അടക്കണമെന്നാണ് കുട്ടികൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇവിടെ ചെയ്തത് ഒരു അലൂമിനിയം ഷീറ്റ് കൊണ്ട് ആ ഭാഗങ്ങൾ അടച്ചു. അതും അയാൾ പൊളിച്ചു എന്നുള്ളതാണ്. അതിന്റെ സ്ക്രൂ അടക്കം ഇളകി നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ആ രീതിയിലെല്ലാം മറിച്ച് അതിനെ കുറച്ചുകൂടെ ബലവത്തായ രീതിയിൽ മാറ്റണം. ഇപ്പോൾ കുട്ടികളുടെ നിരന്തര പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV സ്ഥാപിക്കുന്ന നടപടിക്രമങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ പേരന്റ്സ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് പറയുന്നത്, ഇതിൽ ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യം കുട്ടികൾ പറയുന്നത് സജിത്ത്, അവർക്കൊരു വാർഡൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇല്ല. ഇത്രയും നാളും ഈ ഹോസ്റ്റൽ പ്രവർത്തിച്ചിട്ട് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് ഇവരിങ്ങനെ ഒരു പരാതി ഉന്നയിച്ചതിന് ശേഷം ഇവർക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകുന്ന സ്ത്രീ മാത്രമാണ് രാത്രി നിങ്ങൾക്ക് കൂട്ടുണ്ടാകുന്നത് അല്ലേ? നമുക്ക് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പരാതി നൽകിയിട്ട് പോലും നമുക്ക് അകത്ത് വേറെ വാർഡനോ ഒന്നും വെച്ചിട്ടില്ല. നമുക്ക് ടീച്ചേഴ്സ് മാത്രമാണ് ഇടയ്ക്ക് വന്ന് കയറിയിരിക്കുന്നത്. രാത്രി ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ടോ? ടീച്ചേഴ്സ് ആണ് നമ്മുടെ കൂടെ ഇപ്പൊ നിൽക്കുന്നത്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് എന്താ അവസ്ഥ? ഈ സംഭവം നടക്കുന്നതിന് മുന്നേ നമ്മളും ഈ ഫുഡ് വെക്കുന്ന ആന്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇവിടെ സംഭവം നടക്കുന്ന അന്ന് സെക്യൂരിറ്റി ഇല്ലായിരുന്നു. അതിന് മുന്നേ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ സെക്യൂരിറ്റി എന്തോ നാട്ടിൽ പോവാന്ന് പറഞ്ഞ് പോയെന്നാണ് ഇവർ പറയുന്നത്. അന്നാണ് ഈ സംഭവം അറിയുന്നത് സെക്യൂരിറ്റി ഇവിടെ ഇല്ലെന്ന്. ഈ ആമിന എന്ന് പറഞ്ഞ നിങ്ങളുടെ മാനേജറുമായി സംസാരിച്ചപ്പോൾ ചില അധ്യാപകർ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവർ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവരുടെ വിശദീകരണം തേടാമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന അധ്യാപകർ വന്ന് ആ മീറ്റിംഗിലേക്ക് പങ്കെടുക്കാനായി പോകുന്നതാണ്. ഞങ്ങൾ കോളേജ് മാനേജറുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു ആമിന എന്ന് പറഞ്ഞൊരു ടീച്ചർക്കാണ് ഇതിന്റെ ചുമതല എന്നുള്ളതാണ്. ആ ടീച്ചർക്ക് ഇവിടെ എന്തെങ്കിലും ചുമതല നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? മീറ്റിംഗിൽ മിസ്സുമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് വാർഡനൊക്കെ മിസ്സാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നത്തിൽ മിസ്സിന് ഒരു സാധനത ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അല്ല, ഈ ആമിന എന്ന് പറഞ്ഞ ടീച്ചർ ഇവിടെ വരികയോ നിങ്ങളുടെ വിഷയങ്ങൾ മുന്നത്തെ മീറ്റിംഗിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വല്ലപ്പോഴും വരും. മീറ്റിംഗിൽ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ വാർഡനാണ് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തിന് അന്ന് രാവിലെ വന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ആരെയോ വിളിച്ച് കയറ്റിയെന്ന് പറഞ്ഞ് പോയതും കണ്ടു. പിന്നെ എല്ലാം നോക്കിയത് നമ്മുടെ പ്രിൻസിപ്പളാണ്. പിന്നെ ഗ്രില്ലൊക്കെ അടിച്ചെന്ന് സംവിധാനമൊക്കെ ചെയ്തത്. ഇനി ആമിന മിസ് ഒന്നും ചെയ്താണ്. നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരും ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു അരക്ഷിതാവസ്ഥ നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. കാരണം നമ്മൾ ഈ പ്രശ്നം പറയാൻ മാനേജറുടെ വീട്ടിൽ ചെന്ന ടൈമിൽ അവർ പറഞ്ഞത് മാനേജർ ഇത് അവരുടെ ഹോസ്റ്റലല്ലെന്ന് വരെ പറഞ്ഞ ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പോലും നമുക്ക് അറിയത്തില്ല. കോളേജിൽ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട ഫീ അടയ്ക്കുന്നുണ്ടോ? അടയ്ക്കുന്നുണ്ട്. എനിക്ക് നമ്മൾ ഓഫീസിൽ ചെന്നിട്ടാണ് അടയ്ക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മാനേജർക്ക് ഇത് കോളേജിന്റെ ഹോസ്റ്റൽ അല്ല എന്ന് പറയാൻ കഴിയുക? അത് നമുക്കറിയത്തില്ല. മാനേജ്മെന്റിന്റെ കീഴിലുള്ളവർക്ക് ഹോസ്റ്റലിൽ അവർക്ക് ചെയ്യാനുള്ള കുറച്ച് ഇതുണ്ട്.
അപ്പോൾ അതിൽ കൂടുതൽ അവർക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഞങ്ങൾ അന്ന് രാത്രി, അതായത് ശനിയാഴ്ച രാത്രി ഇവിടെ ആളെ കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പേടിച്ചിട്ട് മാനേജറുടെ വീട്ടിൽ പോയി. അപ്പോൾ അവർ ഞങ്ങളുടെ ചോദിക്കുക, ഇത്രയും ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ ഇതിൽ കൂടുതൽ ഇനി എന്തോ ചെയ്യാനാന്ന്. ഇവരിനി അത്രത്തോളം ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഇവിടെ കയറി, അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ കയറി കഴിഞ്ഞാലും യാതൊന്നും വരത്തില്ല എന്ന് ഉറപ്പുള്ള സ്ഥിതിയിലല്ല അവർ പിന്നെ കയറുന്നത്. അതാണ് അവർ പറയുന്നത്. അതിന്റെ വളരെ ഗൗരവത്തോടു കൂടി കാണാനായിട്ട് ഇതുവരെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് പോലീസും ആ രീതിയിൽ കണ്ടിട്ടില്ല എന്നതിനെ നമുക്കറിയാം സജിത്ത്. എത്ര സംഭവങ്ങൾ, എത്ര ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഓരോ കുട്ടികൾ അപകടത്തിൽപ്പെടുന്നതും മറ്റ് അത്തരത്തിൽ ഈ പെൺകുട്ടികൾക്ക് നേരെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, എത്ര ഉദാഹരണങ്ങൾ, കൊല്ലപ്പെട്ടതടക്കമുള്ള ഉദാഹരണങ്ങൾ നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളിൽ ഒട്ടും ഗൗരവപരമല്ലാത്ത രീതിയിലുള്ള മറുപടി എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നിരവധി അധ്യാപകർ ഇവിടെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഇത്തരത്തിൽ ഈ വലിയ രീതിയിൽ ഒരു മീറ്റിംഗോ ചർച്ചയിലേക്കോ ഈ കാര്യങ്ങൾ പോകുന്നത് പോലും നിരന്തരം ഈ കുട്ടികൾ കഴിഞ്ഞ ദിവസം മാനേജറുടെ വീട്ടിലടക്കം രാത്രി ഇറങ്ങി ചെന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അല്ലേ മോളെ? എന്താണ് അവസ്ഥ? പേടിയുണ്ടോ? എന്താ ഇവിടെ തുടരാൻ ഉള്ള? ഞങ്ങൾ ഞാൻ രാത്രി കണ്ടാൽ തന്നെ ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. പിന്നെ ആരും അകത്ത് കയറിയില്ല. ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു. മാനേജറിൻ്റെ അവിടെ ചെന്നപ്പോഴും മാനേജറിന്റെ വൈഫ് ഉണ്ടായിരുന്നു. ചോദിക്കും ഞങ്ങൾ ഇനി എന്തോ ചെയ്യാനാണ്. അങ്ങനെ തന്നെ പോലീസുകാർ വന്നു. ഞങ്ങളാണ് വിളിച്ചത്. ഞങ്ങളെ തോന്നലാണ് അവർ പറയുന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കാന്ന്. മാനേജറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ വിഷയങ്ങളെല്ലാം തീർന്നതാണ്. തീർന്നില്ല. നമുക്ക് ക്യാമറ പോലും ഇത് വെച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം ക്യാമറ വെച്ച് തീരുവാണ്. പിന്നെ മഴ തീരുമ്പോൾ നമുക്ക് മതിൽ കെട്ടുമെന്ന് പറഞ്ഞത്. പക്ഷെ ഇതുവരെ ക്യാമറയുടെ വർക്ക് ഇതുവരെ തീർന്നിട്ടില്ല. ഈ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് അവൻ കയറി ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരു ക്യാമറയാണ് ഈ ഇവിടെ ഫോക്കസ് ചെയ്തുള്ളത്. അതുള്ളതുകൊണ്ട് അവൻ കയറി നമുക്ക് അറിയാൻ പറ്റി. ഇത് ഈ പോലീസ് കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പ് നൽകിയിരുന്നു? ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം സാറ് കുറച്ച് ഞങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട് സാറ് ഇവിടെ പ്രിൻസിപ്പൾ, വൈസ് പ്രിൻസിപ്പൾ, പിന്നെ മാനേജർ ഭാഗത്ത് നിന്ന് കുറച്ച് പേര്, ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പേര്, യൂണിയനിൽ നിന്ന് കുറച്ച് പേര്, പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഞങ്ങളൊരു 4 പേര്. ഞങ്ങൾ ഇത്രയും പേരും കൂടെ ചേർന്ന് നിന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് സാറ് മുന്നിൽ നിന്നിട്ടാണ് ഇവരെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സജിത്ത്, ഇപ്പൊ കുട്ടികൾ നമുക്ക് നൽകിയിട്ടുള്ള ഈ കത്ത് തന്നെയാണ്. അതായത് ഈ കത്തിനകത്ത് ജില്ലാ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കാര്യാലയം കായംകുളം അവിടെ നിന്ന് നൽകിയിട്ടുള്ള ഡിവൈഎസ്പി നൽകിയിട്ടുള്ള ഒരു കത്തിൽ ഇവർക്ക് നൽകിയിട്ടുള്ള ഒരു ഉറപ്പാണ്. ഇതിൽ കോളേജ് പ്രിൻസിപ്പൽ സൈൻ ചെയ്തിട്ടുണ്ട്, മാനേജ്മെന്റിന്റെ പ്രതിനിധി സൈൻ ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റൽ പ്രതിനിധിയും കോളേജ് യൂണിയൻ പ്രതിനിധിയും ഒപ്പുവെച്ചിട്ടുള്ള ബാബുക്കുട്ടൻ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കായംകുളം അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു ഉറപ്പാണ്. ഈ ഉറപ്പ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് ഈ 80ഓളം വിദ്യാർത്ഥിനികൾ അവിടെ ഉണ്ടായിരുന്നതെന്നുള്ളതാണ്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. MSM കോളേജ് വനിതാ ഹോസ്റ്റലിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിന് മുന്നിലും പിൻഭാഗത്തും കുറഞ്ഞത് 1 മാസത്തേക്കെങ്കിലും ബാക്കപ്പ് ലഭിക്കുന്ന വിധത്തിലുള്ള CCTV ക്യാമറ സംവിധാനം സ്ഥാപിക്കേണ്ടതാണ്. മതിയായ വെളിച്ചം ഹോസ്റ്റലിന് ചുറ്റും ഉറപ്പുവരുത്തേണ്ടതാണ്. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ പുരുഷ സെക്യൂരിറ്റിയുടെ സേവനം ഉറപ്പുവരുത്തണം. ഹോസ്റ്റൽ പിൻഭാഗത്ത് പൊളിഞ്ഞു കിടക്കുന്ന മതിൽ ഉയർത്തിക്കെട്ടി ഹോസ്റ്റൽ പരിസരം സുരക്ഷിതമാക്കേണ്ടതാണ്. ഹോസ്റ്റലിന്റെ പിൻഭാഗത്ത് ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ, ശിഖരങ്ങൾ മുറിച്ച് മാറ്റേണ്ടതാണ്. ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളും മാനേജ്മെന്റും കോളേജ് മേറ്റിന്റെയും വിദ്യാർത്ഥി പ്രതിനിധികളുടെയും രക്ഷകർത്താക്കളുടെയും കമ്മിറ്റി മാസത്തിൽ ഒരിക്കൽ കൂടി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം നൽകേണ്ടതാണ്. താഴത്തെ നിലയിലെ ശുചിമുറിയിലെ വെന്റിലേഷനുകൾ പുറത്തുനിന്നും ആരും കാണാത്ത വിധത്തിൽ സുരക്ഷിതമാക്കേണ്ടതാണ്. സ്റ്റെപ്പ് കയറി അപ്സ്റ്റെയറിൽ എത്തുന്ന വാതിലിന്റെ കതകിൽ ഗ്രിൽ സ്ഥാപിച്ച് വാതിൽ ബലപ്പെടുത്തേണ്ടതാണ്. ഓരോ ഫ്ലോറിന്റെയും വശങ്ങളിലുള്ള തുറന്നു കിടക്കുന്ന ജനാലകൾ ഗ്രിൽ ഉപയോഗിച്ച് സുരക്ഷിതമാക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയ ഭാഗത്ത് തകിട് വെച്ച് മറച്ചിട്ടുള്ളത് മാറ്റി ഇഷ്ടിക കെട്ടി ബലപ്പെടുത്തണമെന്നാണ് ഡെപ്യൂട്ടി ഡിവൈഎസ്പി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശുചിമുറിയുടെ പൊളിഞ്ഞ ഭാഗം തകിട് വെച്ച് മറച്ചിട്ടുള്ളത് മാറ്റി ഇഷ്ടിക കെട്ടി ബലപ്പെടുത്തേണ്ടതാണ്. ഒരാഴ്ചക്കുള്ളിൽ മേൽപ്പറഞ്ഞ സുരക്ഷാ ക്രമീകരിക്കുന്നത് വരെ രാത്രികാലങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യം ഹോസ്റ്റൽ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്താണ് സജിത്ത് മനസ്സിലാക്കേണ്ടത്? ഈ കുട്ടികൾക്ക് ഇവിടെ കിട്ടാത്ത സൗകര്യങ്ങളെ കുറിച്ചാണ് ജില്ലാ പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ തന്നെ ഒപ്പുവെച്ച സർക്കാരിന്റെ സീല് വെച്ച കത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. പോലീസ് നൽകിയിട്ടുള്ള ഈ കത്തിൽ കൃത്യമായി ഈ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ സംവിധാനങ്ങളൊന്നും ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഡെപ്യൂട്ടി ജില്ലാ പോലീസ് മേധാവിയുടെ ഈ ഡിവൈഎസ്പിയുടെ കത്തിൽ നിന്ന്, ഈ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പല ഭാഗങ്ങളും സുരക്ഷിതമല്ല എന്നുള്ളത് വ്യക്തമാണ് ഈ കത്തിൽ നിന്ന്. അതായത് ഈ ബാത്റൂമിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ തകട് ഷീറ്റ് ഉപയോഗിച്ച് മറച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഇഷ്ടിക കെട്ടി ബലപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ കെട്ടിടത്തിന് ചുറ്റുമതിലില്ല എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട് ഈ കത്തിൽ. ഒപ്പം തന്നെ
ഇവിടെ എയർ ഹോൾ കുട്ടികൾ പറയുന്നുണ്ട്, ഇത്രയും വലിയ എയർ ഹോൾ എന്ന രീതിയിൽ ഇത്രയും വലിയ ഭാഗം എന്തിനാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ആ ഭാഗങ്ങൾ കെട്ടിയടയ്ക്കണം, ഇഷ്ടിക കൊണ്ട് കെട്ടിയടയ്ക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. ഒപ്പം തന്നെ ഓരോ ഫ്ലോറിന്റെയും വശങ്ങളിലേക്കുള്ള തുറന്നു കിടക്കുന്ന ജനാലകൾ ഗ്രില്ലുകൾ ഉപയോഗിച്ച് അടക്കണം. CCTV എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണം. രാത്രിയും പകലും പുരുഷ സെക്യൂരിറ്റിയുടെ സേവനം ആവശ്യമുണ്ട് എന്നുള്ളതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ സംവിധാനങ്ങൾ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കായംകുളം MSM കോളേജിലെ ഈ വനിതാ ഹോസ്റ്റലിലെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമാവുന്നു. അവിടെ കോളേജിൽ മാനേജ്മെന്റിന്റെ പുറമെ പോലീസിന്റെ ഇടപെടൽ കൂടി ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും വേഗത്തിൽ നടപടി ഉണ്ടാവട്ടെ. പോലീസ് പറയുന്നത് പോലെ അവിടെ അതിക്രമിച്ചു കയറിയ ആളെ അറസ്റ്റ് ചെയ്യാനും നടപടി ഉണ്ടാവട്ടെ എന്ന സാഹചര്യം. മാറ്റി പുതിയ CCTV സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി ഡിവൈഎസ്പിയുടെ ചർച്ചയുണ്ടായിരുന്നു. ആ സംവിധാനങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് പുറകുവശത്ത് ചുറ്റുമതിലില്ല. എങ്ങനെയാണ് ഒരു എവിടെയാണ് കാണിച്ചത്? ഈ പുറകുവശത്ത് ഒരു അരമതിൽ മാത്രമുള്ളതാണെന്നാണ് കുട്ടികൾ പറയുന്നത്. അവരിപ്പോ നമ്മൾ ഞാൻ BTA വൈസ് പ്രസിഡന്റ് മുമ്പ് മൊത്തം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ അല്ല, അങ്ങനല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന വീഴ്ച ഉണ്ടായിരുന്ന സത്യമാണ്. അതുമായി തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടി PTA യോഗത്തിന് ശേഷമുള്ള പ്രതികരണമാണ് വരുന്നത്. എന്തായാലും ആ വിഷയത്തിൽ നടപടി ഉണ്ടാവുകയാണ്. ഒടുവിൽ വൈകിയെങ്കിലും കോളേജ് മാനേജ്മെന്റും PTA പോലീസും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ സുരക്ഷാ നടപടിക്രമങ്ങൾ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളും പോലീസ് നൽകിയിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിക്കുമെന്ന് കരുതാം. ഒപ്പം അതിക്രമിച്ചയാളെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ആ നടപടിയാണ് ഉണ്ടായത്.